ഉണ്ടാക്കണം കേട്ടോ. ഫുഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ലെവലിൽ നോക്കണം. ഇപ്പോൾ കുഴപ്പമില്ല, കുറവ് തന്നെയാണ് കിടക്കണം. ഇനിയും ഔട്ടൊക്കെ പോയി ചെക്ക് ചെയ്യണം. ജസ്റ്റ് എടുത്ത് മൊബൈൽ കൊണ്ടൊന്ന് ചാർജ് ചെയ്യണം. ഇവിടെ പുറത്തിരുന്ന് നോക്കാൻ വേണം. ഇപ്പോഴ് എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും കിടക്കുകയും 3 പോയിന്റ് എന്തോ വ്യത്യാസം വന്നിട്ടുള്ളൂ. നീ അങ്ങ് പോയി ഇരിക്കട്ടെ. ഗോൾഡിൻ്റെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 1 മിനിറ്റില്ല നോക്കാം. ഒരു ട്രേഡ് എടുത്താൽ ഗോൾഡിൻ്റെ ഇതായിപ്പോയി, ഫെയിലായിപ്പോയി. ആ സ്പോട്ടിൽ തന്നെ ഇതിൻ്റെ അത്രയും മൂവ്മെൻറ്റ് താഴോട്ട് വരാൻ തുടങ്ങിയതോടെ ഞാൻ മാറ്റി പിടിച്ച് ഇതിലെടുത്ത് കിട്ടിയിനി. ഇത് ഞാൻ ഡ്രില്ല് ചെയ്തെടുത്തതാണ്, ശ്രദ്ധിച്ച് ഇന്ന് എടുത്തതാണ്. സ്റ്റോപ്പ് ലോസിന് ഇവിടെ വെച്ചിരുന്നതാണ്. ഞാൻ അങ്ങോട്ട് കയറാത്തോണ്ട് ഇതിനെ താത്ത് വെച്ച് അങ്ങനെ എടുത്തത്. ഇതും സ്റ്റോപ്പ് ലോസിന് കുറച്ചായിരുന്നു. കുറച്ച് നന്നായി ഇല്ല, കുറച്ച് അഴുക്കായി. ഇതുമല്ലെങ്കിൽ ഹിറ്റ് ആവൂലായിരുന്നു. വീഡിയോ ഇതിനു മുമ്പേ ഞാൻ എടുത്തിട്ടുണ്ട്, അത് നോക്കി അറിയാം. ഇതിന് മേലെ ഇടുന്നത് കുഴപ്പമില്ല. ഇത് ഞാൻ ഇതും മേളിലിരുന്നിരുന്നെങ്കിൽ കിട്ടുമായിരുന്നാ. ഇതും പച്ചര മേളിൽ ഇതിനെ ട്രില്ല് ചെയ്ത് വീണ്ടും എടുക്കായിരുന്നു. കുഴപ്പമില്ല, സേഫ്റ്റി. ട്രേഡ് ആർത്തിയിലെടുത്തതാണ് കേട്ടോ. ഞാൻ SL അടിക്കുമെന്ന് വിചാരിച്ചതാ, ആർത്തിയിലെടുത്തതാ. ഇതിൻ്റെ ഈ മൂവ്മെൻറ്റ് കണ്ട തിരിച്ച് റിട്ടേൺ ഇതുപോലെ വരും, അതായത് ഇത് പൊങ്ങിയതുപോലെ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത ട്രേഡാണ്. തുക്ക ഈ മൂവ്മെൻ്റ് ഉള്ള സമയത്ത് കുഴപ്പമില്ല ട്രെയിൻ എടുക്കാൻ കേട്ടോ. റിസ്ക്കാണ്, പക്ഷേ സൂപ്പറായിട്ട് കിട്ടും. 3 എണ്ണത്തിൽ 1 എണ്ണം പോയി. ഇന്നെടുത്ത രാവിലെ എടുത്ത ഒക്കെയാണ്. ഗുഡാണ്, ഡേ ഗുഡാണ്. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി, ഞാൻ അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. എൻ്റെ 3 കംപ്ലീറ്റ് ആയി. പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എനിക്ക്. ഞാൻ നോക്കിയപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്ത് ഞാൻ ഇതും കൂടി ഞാൻ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ട്രേഡ് കിട്ടി കേട്ടോ. 1:5 ഏകദേശം 5 അടുപ്പിച്ചിട്ടുണ്ട്. 1:5 അടുപ്പിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, സെറ്റാ. ഞാൻ അടുത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാൻ. ഇന്നൊന്നും ഒരു വലിയ ഒന്നും നോക്കണ്ട. ഇനി പോയി ചെടിയൊക്കെ നോക്കട്ടെ. കണ്ടല്ലേ, ഇനി ഒരു 4.5 മാസം ആകുമ്പോൾ ഇനി റെഡിയാ. ഷേപ്പ് ചെയ്ത് വിട്ടതാ, നല്ല ഹൈറ്റ് കയറി, അല്ലെങ്കിൽ അതുപോലെ ആയിപ്പോയി. അതിൻ്റെ നീളം കൂടി കുറയ്ക്കണമെന്നുണ്ട്. ഇതാദ്യം കുറച്ച് പിടിക്കട്ട്, സ്ട്രോങ് ആവട്ടെ, എന്നിട്ട് മറ്റങ്ങോട്ട് പിടിക്കുക. ഇനിയിപ്പോൾ ഒന്ന് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആവണം. ഫുഡ് കഴിക്കാൻ പോയാണ്, റെഡിയാക്കി. ഉണ്ടല്ലോ ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റൈസ് റെഡി ആയ ഉടനെ ചിക്കൻ കറി ഉണ്ടാക്കണം. കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പാതിയാണ് ഉണ്ടാക്കണം. 2 എണ്ണം വാങ്ങിച്ചിട്ട് 4 ദിവസം വയ്ക്കും, അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് തന്നെ എത്തിക്കും. പിന്നെ 2 ദിവസമാക്കി. പിന്നെ റൈസ് റെഡി ആവാറായി. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാവും തോന്നുന്നു കേട്ടോ. ഡ്യൂട്ടി കയറി ഞാൻ പോയെല്ലാം ഒന്ന് നോക്കട്ടെ. കാരണം ഇന്നെത്ര പറഞ്ഞ ഔട്ട് എത്ര പോണ്, ലെവല് കുഴപ്പമില്ല. ബാക്കിയെല്ലാം നോക്കട്ടെ ഞാൻ. അങ്ങനെ ഇത്ര ദിവസത്തിന് ശേഷം ഇന്നാണ് അടിപൊളി കിട്ടിയത് കേട്ടോ. കുഴപ്പമില്ല. ഇനി അടുത്ത അനാലിസിസ് ചെയ്യാൻ വന്നു. ഞാൻ ചെയ്യട്ടെ, അനാലിസിസ് ചെയ്യട്ടെ. മറ്റേ കൂടി അവിടെ ഇട്ട് ഞാൻ അനാലിസിസ് ചെയ്യണം. മാർക്കറ്റ് സൗണ്ടൊക്കെ പോയി. ടെമ്പറേച്ചർ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ. ഉണ്ട് കേട്ടോ എല്ലാം. പക്ഷെ 1 മിനിറ്റിൻ്റെയാണ്. ബിറ്റ് കോയിന്, സിൽവർ, യൂറോ. കട്ട മൂവ്മെന്റ് ഒന്നുമല്ല. ഈ മാർക്കിങ്ങിന്റെ ഇടയിൽ ഇത്രയും മൂവ്മെന്റാ. ഇത് ക്യാച്ചർ ചെയ്യായിരുന്നു. പോട്ടൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ബിറ്റ് കോയിനിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. എത്ര ഇരിക്കുന്ന 1:2.5 അങ്ങനത്തെ
ഇത് ഞാൻ ഇനിയിപ്പോൾ ഡ്രില്ല് ചെയ്യും. ഇതിനെ കുറയ്ക്കൂല, ഇതിനെ ഡ്രില്ല് ചെയ്യും. ഇത് കുറച്ച് ബ്രീത്തിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നതാ. തുടങ്ങി. സ്റ്റോപ്പ് ലോസ് ആദ്യം ഇവിടെ വയ്ക്കും, പിന്നെ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. ഈ ക്യാൻഡിൽ വന്നതിന് ശേഷം അടുത്ത ട്രേഡ് എടുക്കാണ്ട് ഒരു 1:1 പോലെ കിട്ടി. പിന്നെ വീണ്ടും പമ്പാവുന്നുണ്ട്, കുഴപ്പമില്ല. അടുത്ത പമ്പാവും. പക്ഷെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇവിടം വരെ കയറ്റിയാണ്, അത് പോയി. അടുത്ത ട്രേഡ് എടുക്കട്ടെ. ഓ പറക്കണത്. ഓ ഹോളി ഷിറ്റ്, വൈ? ഇവിടുന്ന് അത് കട്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര കിട്ടിയേനത്? നേരത്തെ ഇവിടെ വെച്ചോ അവിടെ എത്തി. ആ ഫോർട്ടിൻ യോഗ്യതയില്ല. അടുത്തൊരു ട്രെയിനും കൂടി എടുക്കാൻ പോവാണ്. വണ്ടി ഇതിന്റെ ആയതുകൊണ്ട് പെട്ടെന്നുള്ള മൂവ്മെന്റ് ആണ്. അടുത്ത ട്രെയിൻ എടുക്കട്ടെ. സിൽവറിൽ എടുക്കേണ്ട ഒരു പ്ലാന് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. BTCയിലൊരു ഷോട്ട് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു BTCയിൽ. ഷോട്ട് ട്രേഡ് എടുത്തായിരുന്നു, അത് ഹണ്ടായെന്ന് തോന്നുന്നു. ട്രേഡ് നിർത്തി. ഇന്നത്തെ ട്രേഡ് നിർത്തി. ഒരെണ്ണം നല്ലത് കിട്ടി, ഒരെണ്ണത്തിന്റെ സിറ്റുവേഷൻ ഇതുവരെ അറിഞ്ഞുകൂടാ. പിന്നെ രാവിലെ നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ കൺട്രോൾ ചെയ്യണമെന്നാണ്. രാവിലെ തന്നെ ഏകദേശം 3 അടുപ്പിച്ചെടുത്ത് കുഴപ്പമില്ലാതെ പോയി കിട്ടിയിട്ടുണ്ടത്. ഇനി ഇത് വെയിറ്റ് ചെയ്ത് നോക്കൂ. SL കൂടുതലാണ് ഇതില്, അടുത്തറ വലുത് വന്നാൽ, അല്ലെങ്കിൽ ചെറുതേ ഇളകുള്ളൂ. കുറയ്ക്കുന്നതിന് നോക്കാം. ഉണ്ടായി കഴിഞ്ഞ ചേട്ടാ, ഇനി ഒന്നുമില്ല, ഇനി ജസ്റ്റ് വാച്ചിങ്. ഇന്നത്തെ ട്രേഡ് അങ്ങനെ പോയി. ഇന്ന് പമ്പൊന്നും ഇനി ചേഞ്ച് ചെയ്യല്ല, ഇനി ജസ്റ്റ് പുറത്തു പോയി നോക്കുക. 1 മണിക്കൂറും കഴിഞ്ഞ് നോക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലായിടം പോയി റൗണ്ട് അടിക്കുന്നു. ഇവിടെയും കുഴപ്പമില്ല കേട്ടാ, സെറ്റാണ്. ഇന്നത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു കേട്ടാ. ട്രേഡിങ് ബേസിലും കുഴപ്പമില്ല, ഇതുവരെ ജോലി ചെയ്ത ബേസിലും കുഴപ്പമില്ല. ഈ നോക്കാം, ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ ഡ്യൂട്ടി. ഇനിയിപ്പോ എത്ര മണിക്കൂറാ? 2-3 മണിക്കൂർ എന്തായതേ ഉള്ളൂ. കോൾ പറഞ്ഞനുസരിച്ച് അത് തന്നെ. ഇനി കോളൊന്നും വരൂല്ല, നമ്മളെ ജസ്റ്റ് ലെവൽ ചോദിക്കാൻ വേണ്ടി. നമ്മളത് മാത്രം ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും, അത് തന്നെ. അപ്പോൾ ഇനി മീറ്ററിന്റെ ഫോട്ടോ ഒക്കെ എടുക്കും, എഴുതാൻ പോവുകയാണ്. ഇലക്ട്രിക് മീറ്ററിൻ്റെ കൂടി മാത്രമേ ഉള്ളൂ. എല്ലാം എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. വേറെ ഇതിൻ്റെ പരിപാടിയൊന്നുമില്ല. പിന്നെ ജസ്റ്റ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി ഒരു 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് ഇതിൽ കോള് വരും. 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ കോള് വരും. എന്നിട്ട് അതിനെപ്പറ്റി, അതായത് ലെവൽ എത്ര, ഇൻലെറ്റ് എത്ര പറഞ്ഞാൽ ഔട്ട് എത്ര പോകും, അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കണം. അത് മാത്രം തന്നെ. പിന്നെ നമ്മളത് ലെവൽ ഒന്ന് നോക്കി ഇരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.